നമ്മൾ നേരത്തെ ജോസഫ് സി മാത്യു സംസാരിച്ചു. ജോസഫ് സി മാത്യു അവരാദ്യം, അതായത് ഈ പറഞ്ഞ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങി കുറച്ച് വിദ്യാർത്ഥികളെ 4 പേർ ജോസഫ് സി മാത്യു അടക്കമുള്ളവർ ചേർന്ന് അന്നത്തെ 75 വയസ്സ് കഴിഞ്ഞ് VSനെ കാണാൻ പോയ കാര്യം പറയുന്നുണ്ട്. അവർ 4 യുവാക്കൾ ചേർന്നിരുന്ന മൈക്രോസോഫ്റ്റിനെ പറ്റിയും സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ ഒറ്റയൊക്കെ പറയുന്നു. ഈ പറയുന്ന പ്രസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാര്യങ്ങൾ മൊത്തം പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക്, ജോസഫ് സി മാത്യു അടക്കം കുട്ടികൾക്ക് തോന്നി ഇത് VSനൊന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞതാണോ സഖാവ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞു VS അവർ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അവർ പറഞ്ഞതിൻ്റെ രാഷ്ട്രീയം എന്താണ്, മൈക്രോസോഫ്റ്റ് എന്നുള്ളത് മൈക്രോകോഫ്റ്റ് എന്ന് മാത്രമാണ് ഒരേ ഒരു തെറ്റ് അന്ന് VS സംഭവിച്ചത്. അപ്പോൾ അത്ഭുതപ്പെട്ട് ജോസഫ് സി മാത്യു പറയുന്നു VS ആയിരുന്നു അന്ന് ഏറ്റവും ഞങ്ങളെക്കാൾ വലിയ യുവാവ് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ 93-ാം വയസ്സിൽ ഹിന്ദി പഠിച്ചൊരു VSനെ ഒക്കെ അറിയാം. അതിനിടെ അതുപോലെയാണ് അങ്ങനെ VSന്റെ ചിട്ടയായ ജീവിതത്തിൽ ഒന്നായിരുന്നു യോഗ. VSനെ യോഗ അഭ്യസിപ്പിച്ച എറണാകുളം പുന്നൂരിന് സ്വദേശിയായ VS സുധീറാണ്. 2001 ആരംഭിച്ച യോഗാഭ്യാസം കോവിഡ് കഴിഞ്ഞ് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുൻപ് വരെ വളരെ സജീവമായി തന്നെ ആ യോഗാഭ്യാസം തുടർന്നു. തൻ്റെ കരിയറിൽ ഏറ്റവും നല്ല ഒരു യോഗാ വിദ്യാർത്ഥിയായിരുന്നു VS എന്ന് സുധീർ ഇപ്പോൾ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ സൂക്ഷ്മതയോടുകൂടി ഇടപെട്ട നേതാവിന്റെ പേരാണ് VS അച്യുതാനന്ദൻ. സ്വന്തം ആരോഗ്യകാര്യത്തിലും VS അച്യുതാനന്ദൻ അതേ സൂക്ഷ്മത പുലർത്തിയിരുന്നു. VS അച്യുതാനന്ദന്റെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നു യോഗ VSന്റെ ജീവിതചര്യയുടെ ഭാഗമായതും ഒരു സമരവഴിയിലൂടെയാണ്. VS സുധീറാണ് VS അച്യുതാനന്ദനെ ഏതാണ്ട് 18 വർഷക്കാലം യോഗ പഠിപ്പിച്ചത്. എങ്ങനെയായിരുന്നു അങ്ങേക്ക് VS അച്യുതാനന്ദനെ യോഗ പഠിപ്പിക്കാൻ സാധിച്ചത്? അദ്ദേഹം ആദ്യം ചെയ്തത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാണിച്ചു തരാം, അതിലെന്താണ് തെറ്റ്, എന്താണ് കുറവ്, അത് കറക്റ്റ് ചെയ്യണം. ഞാൻ പറയും ശരി. പിറ്റേ ദിവസം രാവിലെ 4:30 അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നു. കറക്റ്റ് 4:30 അദ്ദേഹം യോഗ മാറ്റൊക്കെ വിരിച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഭംഗിയായിരുന്നു, പക്ഷേ ഒരു ഓർഡർ ഇല്ല, ബ്രീത്തിന് ഒരു പ്രാധാന്യമില്ല, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അതിനെ ഒന്ന് ഓർഡറാക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ ആ രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടിയതോട് കൂടിയിട്ടാണ് എന്നോടുള്ള താല്പര്യം അദ്ദേഹത്തിന് കൂടിയത്. പിന്നെ താളം കറക്റ്റ് ചെയ്യാം. ശരീരത്തിനൊരു താളമുണ്ട്, ഈ പ്രകൃതിക്കൊരു താളമുണ്ട്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ പോസ്റ്റേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം അത് വളരെ സിൻസിയർ ആയിട്ട് ചെയ്തു. അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു. വർഷങ്ങളായി യോഗ ചെയ്തെങ്കിലും അങ്ങനെയാണ് യോഗയുടെ ആദ്യത്തെ ഗുരു. അദ്ദേഹം പുസ്തകം നോക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. പൊതുവെ VS അങ്ങനെ ഈ ഭക്ഷണക്രമത്തിലൊക്കെ ഒരു ചിട്ട പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നോ? ഭക്ഷണത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ചിട്ട പാലിച്ചിരുന്ന മനുഷ്യനാണ്. ഉറങ്ങുന്ന ഒരു സമയം, എഴുന്നേക്കുന്ന ഒരു സമയം, മലമൂത്രോസം നടത്തുന്ന ഒരു സമയം, കുളിക്കാനൊരു സമയം, വെയിൽ കൊള്ളാൻ, സൗരോർജ്ജം കിട്ടാൻ, അത് രാവിലെ എഴുന്നേറ്റ് 7:30 ആകുമ്പോൾ വെയിൽ കൊള്ളുക, അങ്ങനെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്തിന് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ചിട്ട പാലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏത് വിഷയമായാലും ശരി അതിൽ വിജയിക്കാൻ പറ്റും. ഞാൻ 10-50,000 മേലെ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ചിട്ട പാലിക്കുന്ന, ഇത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിട്ടില്ല. അതേപോലെ ഒരാളെ കാണാൻ വലിയ പാടാണ്. 18 വർഷക്കാലമാണ് VSനെ സുധീർ യോഗ പഠിപ്പിച്ചത്. ഒരു ചിട്ടയായ ശിഷ്യൻ എന്നതിലപ്പുറം VSനെ കുറിച്ച് ഓർക്കാൻ മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ ജീവിതം സമരമാക്കിയ ഒരു നേതാവ്, അദ്ദേഹത്തിന് യോഗ പഠിപ്പിക്കാൻ സാധിച്ചതും ഒരു സമരത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു എന്നാണ് VS സുധീർ ഓർത്തെടുക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിനോദ് കുമാറിനൊപ്പം നിതിൻ അംബുജൻ, 24.